നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പറച്ചിൽ കേട്ടായിരുന്നു. എന്നും ഡ്രസ്സ് കാണിക്കുമ്പോൾ ഉള്ളൊരു ഇൻട്രഡക്ഷൻ അങ്ങ് പറഞ്ഞ് ശീലിച്ചു പോയി. ഇന്നിപ്പോൾ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാലും ഡ്രസ്സിൻ്റെ ഒന്നും വീഡിയോ അല്ല കേട്ടോ. എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ ഇടം വരെ ആയി. ഭയങ്കര ഹാപ്പിയാണോ, സന്തോഷത്തിലാണോ? ഞങ്ങളിപ്പോൾ ഇവിടെ ഓഫീസിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ അതിനു മുമ്പേ എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് ഒരു ഹാപ്പി ക്രിസ്മസ് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി വന്ന കേട്ടോ. ഞാൻ വലിയ ആളായിട്ടോ വലിയ എന്താ പറയുക, അങ്ങനെ വലിയ ഒഫീഷ്യലി പറയുമ്പം അതിനകത്ത് വേറെ അർത്ഥങ്ങളൊന്നും എടുക്കരുത്. നമ്മൾ ആരാണേലും നമ്മൾ ഇപ്പം നിങ്ങളാൽ ജീവിക്കുന്ന നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട്, നിങ്ങളുടെ സ്നേഹം കൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ എല്ലാത്തിലും ഉപരി ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ആളാണ് ഞാൻ. ഞാൻ എപ്പോഴും പറയും, ഇങ്ങനെ എൻ്റെ വലതുകരം കൊണ്ടുപോയി ആ തുരിമുറിവേല തൊട്ടിട്ട് ഞാൻ പറയും, ഈ കൈ ഇവിടെ മുറുകെ പിടിച്ചോണോ, ഈ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പ്രശ്നമില്ല, ഞാൻ എല്ലാം അസാധ്യമായിട്ട് നേരിടും. അത് തരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞുണ്ടല്ലോ, എത്ര വലുതാണ്. അടിയുറച്ച വിശ്വാസത്തിന് ഞാൻ ഇന്നാൾ പറയുമായിരുന്നു, അടിയുറച്ച വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടൊരു ഇതുണ്ട്, എന്താ പറയുന്നത്. പക്ഷെ പലർക്കും അതില്ല. എല്ലാവരും വിശ്വാസികളാണ്. ദൈവവിശ്വാസം മാത്രമല്ല, ദൈവവിശ്വാസം എന്നൊരു കാര്യമേ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പൂർണ്ണ വിശ്വാസമില്ലാതെയാണ് പലരും, ദൈവവിശ്വാസം ഉൾപ്പെടെ. എനിക്ക് കിട്ടത്തില്ല, എനിക്കത് കിട്ടുമോ, ഞാൻ പ്രാർത്ഥിക്കാമെന്നല്ലേ ഉള്ളൂ. ഇല്ല, എനിക്ക് കിട്ടും, എനിക്ക് കിട്ടിയിരിക്കും. ഇവിടെ ഒരു ഫാനുണ്ടേ, ഞാൻ ഉറക്കം തൂങ്ങാതിരിക്കാനാന്ന് തോന്നുന്നു. ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇവിടെ കിട്ടിന്ന് ഒരൊച്ച കെട്ടുണ്ടെങ്കിൽ അതെന്താണെന്നറിയില്ല. എന്നിട്ടുണ്ടല്ലോ അത്. അപ്പം നമ്മൾ അടിയുറച്ച വിശ്വാസികളാണെങ്കിൽ, ദൈവവിശ്വാസം മാത്രമല്ല, ഏർപ്പെടുന്ന എന്ത് കാര്യത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയൊരു കാര്യം. നമ്മൾ ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാവേ വെച്ചാൽ, നമുക്കിപ്പോൾ പ്രശ്നം, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം, എന്തെങ്കിലുമൊക്കെ പ്രശ്നമില്ലാത്ത മനുഷ്യരില്ലല്ലോ. നമുക്ക് സ്ഥിരമായിട്ട് സ്ഥായിയായിട്ട് ഒരേ പ്രശ്നങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ചിലർക്ക് അസുഖങ്ങളായിരിക്കാം, ചിലർക്ക് ഓഫ് ചെയ്തേരെ എ സി ഉണ്ടല്ലോ, ചിലർക്ക് അസുഖങ്ങളായിരിക്കാം, ചിലർക്ക് എന്താ പറയുക ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ജോലിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്ത് പ്രശ്നമാണെങ്കിലും കണ്ടിന്യൂസ്ലി ഒരു പ്രശ്നമായിരിക്കും അല്ലേ, ഹസ്ബൻഡ് വൈഫ് റിലേറ്റഡ് പ്രശ്നമായിരിക്കാം. ഇത് വരുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ, നമ്മളുടെ മൈൻഡ് അതുമായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുക. മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു വലിയൊരു വൈഡായിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയുണ്ട്. നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡും വൈഫും കൂടെ പ്രോബ്ലമാണ്, എപ്പോഴും ഹസ്ബൻഡുമായിട്ടുള്ള പ്രോബ്ലത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ റിപ്പീറ്റഡ്ലി അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അതിലേക്കായിപ്പോവും. അപ്പം അത് നേരെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്ത് മാറ്റണം. അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ തലവേദനയെ ആസ്വദിക്കാനേ, അതിനും തലവേദനയും ആസ്വദിക്കാൻ കഴിയണമെന്ന്. അത് എങ്ങനെയാണ് തലവേദനയൊക്കെ ആസ്വദിക്കുന്നത്? സത്യം പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അത് തലവേദനയും ആസ്വദിക്കണം എന്ന് പറയുമ്പം ഞാൻ സത്യം പറയാം, ഞാൻ പ്രാക്ടിക്കലി ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് ഞാൻ ആസ്വദിക്കും. വന്നല്ലോ, കൂട്ടുകാരി വന്നല്ലോ, എവിടെയായിരുന്നു, കണ്ടില്ലായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ഞാൻ പറയും കേട്ടോ. വട്ടാന്ന ആൾക്കാരോ ഞാൻ തന്നെ പറയുന്നത്. അത് ഞാൻ എന്നെ അങ്ങനെ പ്രോഗ്രാം ചെയ്യുക. ഇച്ചിരി കഴിയുമ്പോൾ പൊയ്ക്കണം, ഇവിടെ നിന്നേക്കരുത്, ഞാൻ ഒരു വകയും തരത്തില്ല, ഉള്ള കാര്യം ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ പറയും. എന്നിട്ട് തലവേദന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറയുക, നിങ്ങൾ വിശ്വസിക്കോ ഇല്ല എന്നറിയത്തില്ല, നമ്മൾക്കത് ഒരിതില്ല. നമ്മളത് എനിക്ക് തലവേദന എടുക്കുന്നേ, ഞാൻ എന്നാ ചെയ്യുമോ, എൻ്റെ അമ്മ എൻ്റെ തല പൊട്ടിപ്പോവേ, ഞാനിപ്പോൾ ചത്തുപോവേ, എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് വിളിക്കുന്ന പോലെ തലവേദന ഉള്ളപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ശരിക്കും ഞാൻ പറയുന്നത്, എൻ്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇടിച്ച് കുത്തി ഇങ്ങനെ ഇരിക്കും. എന്നാലും ഒരു വിളിക്കുന്ന പോലെ ഞാൻ തലവേദന ഉള്ളപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഭയങ്കര പാടാണ് നമുക്ക് സംസാരിക്കാൻ പോലും. മൈഗ്രെയിൻ വന്നിട്ടുള്ളവർക്കറിയാം അതിൻ്റെ തീക്ഷ്ണത എത്രയാണ്. അപ്പം ഞാനത് പുള്ളിയാന്ന് പറയല്ല. ഇതൊക്കെ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നോർത്ത് ഞാൻ പറയും. അപ്പം നമ്മൾ വിശ്വാസത്തോടെ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും, വിശ്വാസത്തോടെ ഈ ക്രിസ്മസിൽ ഏർപ്പെട്ടാലും, നമ്മുടെ എന്നാ പറയുന്നത്, ലോകരക്ഷകൻ ഉണ്ണീശോ പിറക്കാൻ പോകുന്നു, എന്തൊരു സന്തോഷമല്ലേ, എന്തൊരു സന്തോഷമാണെന്ന് ആലോചിച്ചാൽ. അല്ലാതെ ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കുന്നു അല്ല, നമുക്ക് വേണ്ടി ശരീരം മുഴുവൻ തിരുമുറിവുകളേറ്റ നമ്മൾ ചെയ്ത ഓരോ തെറ്റുകളുമാണ്. നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഓർക്കണം, ആ ശരീരത്താണ് വീണ്ടും വീണ്ടും നമ്മൾ എൻ്റെ അടിപ്പിണരുകൾ എന്ന് പറഞ്ഞിട്ടില്ല, ആ അടിപ്പിണരുകൾ നമ്മൾ വീണ്ടും വീണ്ടും ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ
ക്രിസ്മസ്, ഈസ്റ്റർ, അല്ലെങ്കിൽ ഓണം, വിഷു, റംസാൻ, ഇങ്ങനെ ഓരോ സംഭവങ്ങളും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ആഘോഷിക്കാൻ പറ്റും. നമുക്ക് വേണ്ടിയുള്ള ആളാണ്. നമുക്ക് വേണ്ടി വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ളതാണ് അതല്ലേ. നമ്മുടെ മോനോ മോളോ അല്ലെ മരുമകനോ മരുമോളോ കൊച്ചുമോളോ ഒക്കെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി ഭൂലോകത്ത് ജനിച്ച ഒരാൾ ജനിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു തീഷ്ണതയോടെ അതൊന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സന്തോഷം വരും. അതാണ് യഥാർത്ഥ ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദവും സന്തോഷവും രണ്ടും രണ്ട. ഇതൊക്കെ പറയുന്ന കേട്ടാ തോന്നേ ഞാൻ ഭയങ്കര പണ്ഡിതയാണ്. പണ്ഡിതയല്ല പണ്ഡിത എന്തുവാ പണ്ഡിത അല്ലേ. പണ്ഡിതി എന്ന് പറയത്തില്ലല്ലോ. ഇവിടെയുള്ളവർക്കൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല. ഒന്ന് പറഞ്ഞതാ. ഞാനല്ലേ എന്നാന്നറിയോ പറയാത്ത. ഇവർ പറയാത്ത ആരാന്നറിയോ. ഞാൻ വലിയ മലയാള പണ്ഡിതയാണെന്ന് പറഞ്ഞല്ലോ നടക്കുന്നത്. അതിനായിരിക്കുമേ പണ്ഡിത. ശരി, പണ്ഡിത. അപ്പം ഞാൻ വലിയ പണ്ഡിതയായിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ ചുമ്മാ ഇതാണല്ലോ തൊഴിൽ. നമ്മുടെ പ്രൊഫഷൻ ബേസിക്കലി ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷൻ ഇതാണല്ലോ. ഈ എന്നാ പറയുന്നത്, ടെക്സ്റ്റൈൽ ഷോപ്പിലൊന്നും യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല, അറിവും വലിയ പരിചയങ്ങളും ഇല്ല. ആഗ്രഹമുണ്ട്, തോറ്റു പിന്മാറിയാലെന്നൊരു വാശിയുണ്ട്. എന്ത് കാണിച്ചാലും ജയിച്ചേ പോകുള്ളൂ ഒരൊറ്റ വാശി കൊണ്ട് മാത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാത്തിലും ഉപരി ദൈവം തമ്പുരാൻ്റെ ഒരു ഇത്. അപ്പോൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒത്തിരി ആൾക്കാർ ഈ സത്യം പറയാം കേട്ടോ, ഞാൻ ചുമ്മാ പറയുന്നതല്ല, കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് പല ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു പാലക്കാടുള്ള ഒരു ശ്രേയുണ്ട്, ഒരു ക്യാൻസർ സർവൈവർ കേട്ടോ. എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയ പിന്നെ എന്നോട് സംസാരിക്കും, എന്നോട് കോണ്ടാക്ട് ചെയ്യും. കഴിഞ്ഞ ദിവസം ക്യാൻസർ കുറേ റിക്കവറായി, ഒത്തിരി സന്തോഷമുണ്ട്. ചേച്ചി പറയുന്ന ഓരോ വാക്കുകളും എനിക്ക് ഭയങ്കര എന്നോട് ഞാൻ പേഴ്സണലി വിളിക്കത്തില്ല, ആരെയും വിളിക്കത്തില്ല, വോയിസ് മെസ്സേജ് അയക്കും. വോയിസ് മെസ്സേജ് അയച്ചത് ഒത്തിരി മോട്ടിവേഷൻ കിട്ടി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഈ ബിസിനസ്സുകാരത്തിൽ നിന്നുള്ള ആ ഒരു ഇതിലും കഴിഞ്ഞും എനിക്കിഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു ഇങ്ങനത്തെ അത് കേൾക്കുന്ന ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെക്കും, കുറച്ച് ദിവസത്തിന് മാറ്റി വെക്കും. പിന്നെ നമ്മുടെ പുറകോട്ടൊന്ന് നമ്മളൊരു പുനഃപരിശോധന നടത്തി നോക്കുന്നത് നല്ലതാണ്. നമ്മൾക്ക് സ്ഥിരമായിട്ട് വിഷമം വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കുഴപ്പം കാണും. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. ഒരു കഥയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന പോലെ ഒരു കഥയാണ്, കുഞ്ഞിക്കഥ. എന്നാണെന്നറിയാമോ, ഒരു പുതുതായിട്ട് കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഒരു പെണ്ണ് അവരുടെ റൂമിൻ്റെ ജനലിൽ കൂടെ അയൽവക്കത്തെ വീട് ആദ്യം കാണുക. അപ്പോൾ അയൽവക്കത്തെ വീട്ടിൽ ഇങ്ങനെ തുണി വിരിച്ചിട്ടിരിക്കുക. അപ്പോൾ എന്നും നോക്കിയാൽ പെങ്കുച്ച് പറയും, ഹസ്ബൻഡിനോട് പറയും, ആ വീട്ടിലെ പുള്ളിക്കാരിക്ക് തുണി അലക്കാനേ അറിയത്തില്ല, എന്നെ ചെളി ആ തുണിയെ മുഴുവനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ദിവസം രാവിലെ ഈ പെങ്കുച്ച് എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ വീട്ടിൽ വിളിച്ചിട്ട് തുണിയിൽ ഒന്നും നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡിനോട് പറയും, അയ്യോ ഇന്നാ ചേച്ചി നല്ല വൃത്തിക്ക് തുണി അലക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പ്രശ്നമുണ്ടല്ലോ. ഹസ്ബൻഡ് അപ്പോഴത്തേനും പറഞ്ഞു, അത് എടി ഞാനേ ഇന്ന് രാവിലെ ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ രാവിലെ ജനലെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് തുണിയിലല്ലായിരുന്നു ചെളി, അവരുടെ ജനലിലായിരുന്നു ചെളി. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഉള്ളിലായിരിക്കും തെറ്റ്. നമ്മൾ നോക്കി കാണുന്ന മനോഭാവം അല്ല, വാശിയാട്ടെ, വൈരാഗ്യത്തെ, വാശി എന്ന് പറയുന്ന സാധനത്തെ ഒന്ന് മാറ്റിയാൽ തന്നെ ഒത്തിരി ഇതാവും. അയ്യോ ഹാപ്പി ക്രിസ്മസ് പറയാൻ വന്നിരുന്നിട്ട് എന്താ പറയുക, കവലപ്രസംഗം പറയുക എന്നവർക്കും. അപ്പോൾ ഉണ്ടല്ലോ, ഞാനല്ലേ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് പേർക്ക് വേണ്ടി എന്നോട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു കേട്ടോ. വിദ്യ ശാന്തിദൂ എന്ന് പറയുന്നുണ്ടല്ലോ, കാണിക്കണം എന്ന് പറഞ്ഞ് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ശാന്തിദൂവിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. പിന്നെ ഞങ്ങളുടെ ഇന്നലത്തെ ഒരു ദിവസം ഇന്നലത്തെ കേട്ടോ, ഇന്നത്തെ ശാന്തിദൂത് കഴിഞ്ഞു, ഇന്നലത്തെ ഒരു ദിവസം അതും കൂടെ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ദൈവപുത്രൻ്റെ പുണ്യജനനം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിട്ട് സങ്കടങ്ങളെല്ലാം മാറിപ്പോട്ടെ. ഇനി എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും ഈ അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും മാറ്റം വരും. അങ്ങനെ പ്രത്യാശിക്കണം, ഉറപ്പായിട്ട് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ വിഷമങ്ങളിൽ പങ്കാളിയാകാൻ ഒരു ദൈവപുത്രൻ ജനിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഉറച്ചു വിശ്വസിക്കുക. നാളെ നല്ല പ്രത്യാശയോടെ നല്ല പൊൻപുലരി ഉണ്ടാകും. എന്നും ഒരേപോലെ ആർക്കും ആവത്തില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഇതിൻ്റെ ബാക്കിയുണ്ടേ, അത് കാണണേ. താങ്ക് യു. ക്രിസ്മസ് ആഘോഷിക്കാൻ നാടും നഗരവും എല്ലാം അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുക. ക്രിസ്മസും പുതുവത്സരവും എല്ലാം ആഘോഷിക്കാൻ എൻ്റെ ഇസബെല്ലയെ ഒട്ടും മോശമല്ല. ചുവപ്പണിഞ്ഞും വെള്ളയണിഞ്ഞും പച്ചയണിഞ്ഞും മഞ്ഞയണിഞ്ഞും ഒക്കെ സുന്ദരികളായിട്ട് എൻ്റെ പെൺകുട്ടികൾ, അതായത് മുന്നിൽ നിൽക്കുന്ന ബൊമ്മകളെ ഞാൻ പെൺകുട്ടികൾ എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇതിന് ഓരോ പേരും വേണിയിട്ടിട്ടുണ്ട്, അതൊന്നും പറയുന്നില്ല. എനിക്കിങ്ങനെ എല്ലാത്തിനും പേരിടുന്ന ഒരു രോഗമുണ്ട് കേട്ടോ. വീട്ടിലെ കാറിന് വരെ പേരുണ്ട്, ബെഗു, സെയിലു, ഇങ്ങനെ പല പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ കുരിശുങ്കൽ ജംഗ്ഷനാണ്.
കുരിശുങ്കൽ ജംഗ്ഷനിൽ നിന്ന് അത്രയും ദൂരത്തിൽ, ആ ഓട്ടോ പോകുന്ന അത്രയും ദൂരത്തിൽ, അതാണ് മെയിൻ റോഡ്, KK റോഡ്. കടയിൽ ഷോപ്പിൽ വരാൻ അറിയത്തില്ല, അത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഷോപ്പിലേക്ക് വരാനുള്ള ഇത്. എല്ലാവരും ശാന്തിദൂത് പ്രതീക്ഷിച്ച് നിൽക്കുക. ശാന്തിദൂതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവരുണ്ട്, അല്ലാതെ ടൗണിൽ പർച്ചേസിനും ഷോപ്പിങ്ങിനുമായിട്ട് ഇറങ്ങിയ ആൾക്കാരുണ്ട്. മൊത്തത്തിലൊരു രസം. അത് കടയ്ക്കകത്ത്, കടയുടെ ഉൾവശം ചുമ്മാ ഒരു എന്നാ പറയുന്നത്, വൈകുന്നേരത്ത് ഇച്ചിരി തിരക്കൊക്കെ കുറവുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് മടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒരു മുഖത്തൊരു ചെറിയൊരിതുപോലും വരുത്താതെ എൻ്റെ സ്റ്റാഫ് നിന്ന് ഞാനും ഇറങ്ങി കേട്ടോ. സെയിൽസിന് എനിക്ക് സെയിൽസ് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം, എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ സാധനങ്ങൾ ഓരോന്നും എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്നും കൃത്യമായിട്ട് എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്തു കുറച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ഫോൾഡ് ചെയ്യുന്നത് ഏതാണ്ട് ആനക്കാര്യമെന്ന് വിചാരിച്ചു അതിൻ്റെ പുറകെ വീഡിയോ നടക്കുക. ഞാൻ ഏറ്റവും അവസാനം ഓടിച്ചു വിട്ടു കേട്ടോ. എനിക്ക് ഫോൾഡിങ് അറിയത്തില്ല എന്ന് ഇവരുടെ വിചാരം. എന്താ ഇതൊക്കെ നമ്മൾ അറിയാൻ വലിയ കാര്യങ്ങളുണ്ടോ അല്ലേ? വലിയ കാര്യമൊന്നുമല്ല. പിന്നെ എല്ലാവരും നന്നായിട്ട് മടുക്കുന്നൊക്കെയുണ്ട്. പിന്നെ ഇത് ജോലിയുടെ ഭാഗമാണല്ലോ, എല്ലാവരുടെയും തൊഴിലിൻ്റെ ഭാഗമാണല്ലോ എന്നോർത്ത് കസ്റ്റമേഴ്സ് നന്നായിട്ട് സഹകരിച്ചു കേട്ടോ. അത് ഏറ്റവും അവസാനം ഇതാ കാത്തിരിപ്പിനൊടുവിൽ ശാന്തിദൂത് വന്നു. ആദ്യം റാലി ഭയങ്കര കാഞ്ഞിരപ്പള്ളി നല്ല എല്ലാവർക്കും ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ എത്രയോ ദിവസങ്ങളായിട്ട് കിടന്ന് പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായിരിക്കും. നമ്മളിത് കാണുമ്പോൾ ഓരോ സംഭവങ്ങളുടെ പിന്നിൽ നമ്മൾ കാണുമ്പം നമുക്ക് ആഹാ എന്നൊരു ഇത്രയേ ഉള്ളൂ. പക്ഷേ അതിനെ കുറ്റപ്പെടുത്തി അയ്യോ അത് ശരിയായില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യാൻ എത്രയോ ആൾക്കാരുടെ പ്രയത്നം. ഇപ്പോൾ ആ ഒരു ക്രിസ്മസ് പാപ്പായെ തന്നെയാണെങ്കിൽ എത്രയോ ആൾക്കാർ എത്രയോ നേരം പ്രയത്നിച്ചതിൻ്റെ ഫലമായിരിക്കും അല്ലേ. അതിനെ നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ അനുമോദിക്കുകയും ചെയ്യണം. ഞാനങ്ങനെ പറയുള്ളൂ കേട്ടോ. ആ ചെണ്ടമേളം വന്നേ നല്ല രസമുണ്ട് കേൾക്കാൻ. കേട്ടോട്ടോ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാവില്ലല്ലോ. ഇനിയിപ്പോൾ റാലിയുടെ ബിഗിനിങ് ആണ്. അത് പല സെഗ്മെൻറ്റ്സിൽ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. എനിക്ക് ഇതിനകത്തൊന്നും ഡെപ്തായിട്ട് അങ്ങനെ കാര്യങ്ങൾ അറിയത്തില്ല കേട്ടോ. പിള്ളേരൊക്കെ കളിച്ച് രസിച്ച് പൊന്തൊക്കെ കാണുമ്പം പൂത്തുമ്പികളെ ഓർമ്മ വരും. എനിക്ക് ഈ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന ടീനേജേഴ്സായിട്ട് പിള്ളേരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നെ എന്താ പൂത്തുമ്പികൾ പാറിപ്പറക്കട്ടെ എന്നൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നത് കേട്ടോ. കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു KCYM എനിക്ക് തോന്നുന്നു അതാണ് നമ്മളുടെ ഇങ്ങനെ ആ ഗ്രൂപ്പിൻ്റെ പേര്. ഇവരുടെ നേതൃത്വത്തിലാണിത് നടന്നത്. ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, ആ കറക്റ്റ് വേർഡ് എനിക്ക് കിട്ടുന്നില്ല. അവരുടെ ഇതാണ്. വെള്ളയും റെഡും വൈറ്റും ഒക്കെ ഇട്ട് പെൺകുട്ടികൾ വരുന്നു, നല്ല ഭംഗി. ഇതിപ്പം വീഡിയോയിൽ എത്രത്തോളം ഇതാവുമെന്ന് നിങ്ങൾക്കറിയത്തില്ല. വേറെ സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന ഇത് മാതൃദീപ്തിയുടെ ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ. മാതൃദീപ്തിയുടെ മെമ്പേഴ്സായിരിക്കും, അമ്മമാരാണ് മൊത്തം. അതും ചുവപ്പും വെള്ളയൊക്കെ നല്ല രസമാണ്. ഡയറക്റ്റ് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു രസമാണ് കേട്ടോ. അത് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. പിന്നെ വിദേശത്തൊക്കെ ഇരിക്കുന്ന നമ്മുടെ നാട്ടുകാരും നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്കാരും ഒത്തിരി പേരുണ്ട്. പിന്നെ അല്ലാത്തവരുണ്ട് കേരളത്തിലെ. ഇതൊക്കെ പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവിടത്തേക്കഴിഞ്ഞും ഭയങ്കരമായിട്ട് ആഘോഷങ്ങളാണല്ലോ ക്രിസ്മസൊക്കെ. അതിലിപ്പം എന്ത് പറഞ്ഞാലും അവനവൻ്റെ നാട്ടിലെ പള്ളിപ്പെരുന്നാളും അല്ലെങ്കിൽ ഉത്സവവും ഇങ്ങനത്തെ ആ ക്രിസ്മസും ഒക്കെ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ്. ക്രിസ്മസ് പാപ്പ കണ്ടോ അതിൻ്റെ മണ്ണിൽ കയറിയിരിക്കുന്നത് നോക്കി. അത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസം അവർ കഷ്ടപ്പെട്ട് കാണും. അടുത്ത പാപ്പ വരുന്നുണ്ട്. എല്ലാം ഭയങ്കര നമുക്ക് ഞാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രായമുള്ള ഒരാൾ, ഇത്രയും പ്രായമെന്ന് പറഞ്ഞാൽ എനിക്ക് പറയുന്ന പ്രായമൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ കിടന്ന് ചുമ്മാ തുള്ളിച്ചാടുകയും ചിരിക്കുകയും ഡാറ്റ കാണിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. അതൊക്കെ മോശമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ ഷോപ്പിൻ്റെ ഓണർ ഞാൻ ഓർക്കത്തില്ല. എനിക്ക് എൻ്റെ സ്റ്റാഫിനെ കഴിഞ്ഞ് തുള്ളിച്ചാടല. അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ, ഇത് കാണേണ്ടതാണ് കേട്ടോ. എൻ്റെ ദൈവമേ, അത് തോളയിലേറ്റി ഇവരൊരു പ്രകടനം ഉണ്ടായിരുന്നു. ഇവരുടെ ഒരേ താളത്തിൽ ഇവരൊരു ചാടൽ എന്നല്ലേ പറയുന്നത്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്ത് രസമായിരുന്നു അത്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അന്തിച്ച് നിന്നു. എനിക്ക് എത്രയോ ദൂരം എന്നറിയാം. ഞങ്ങളുടെ അക്കരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്തൂടെ കറങ്ങി ടൗൺ മൊത്തം കറങ്ങി വേണം ഇപ്പുറത്ത് വരാനായിട്ട്. എന്നിട്ട് അവിടെ അത്രയും സമയം അവർ ഈ സാധനം തോളയിൽ വെച്ചിരുന്നു. നല്ല വെയിറ്റില്ല. പിന്നെ അടുത്തത് പിന്നെ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ സ്ഥിരം ചെയ്യുന്നവർക്കത് കുഴപ്പമില്ലായിരിക്കും. കുഞ്ഞു കുട്ടികളെയൊക്കെ കാണിക്കാനായിട്ട് അപ്പന്മാരും ഇതൊരു താളത്തിൽ ഒരേ സമയം ഉണ്ട്. പല താളത്തിലുണ്ട് കേട്ടോ. ഇതൊരു സമയം ചുവടുകയും നല്ല ഭംഗിയാണ് കേട്ടോ. നിന്നുപോയി.
ഇനി ഇത് രംഗണ്ണനൊക്കെ വരുന്നു. ഇത് നമ്മുടെ സിനിമയുണ്ടല്ലോ, ഫഹദ് ഫാസിലിൻ്റെ സിനിമ, അത് ഇച്ചിരിയേ വീഡിയോയ്ക്കകത്ത് വന്നിട്ടുള്ളൂ. ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാനിത് പറയുന്നത് മനുഷ്യരുടെ ഡെഡിക്കേഷൻ്റെയും പിന്നിലുള്ള പ്രവർത്തനങ്ങളുടെയും എല്ലാം ഭാഗമാണ്. കുഞ്ഞു പാപ്പാമാരൊക്കെ വരുന്നു, ഒത്തിരി പേര് ഇതേ തുറന്ന വണ്ടിയിലൊക്കെ വരുന്നു, ട്രാക്ടറോ അങ്ങനെ എന്തൊക്കെ ഫോഗുമായിട്ടൊരു വണ്ടി വരുന്നുണ്ട്, അടിപൊളിയാണ്. പിന്നെ ജനം ഒഴുകിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ സ്റ്റാഫ് കുറച്ച് പേർക്കേ കാണാൻ പറ്റുള്ളൂ, കുറച്ച് പേര് കസ്റ്റമേഴ്സിൻ്റെ അടിയിലായിപ്പോയി. അവർക്ക് വിഷമത്തോടെ നിൽക്കുക പാവങ്ങൾ. എന്താ ചെയ്യുക, കസ്റ്റമേഴ്സിനോട് നമുക്ക് കാണിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ചിലർ ഈ ശാന്തിദൂത് കാണാൻ വന്നവർ തന്നെ ഒത്തിരി പേര് അങ്ങനെയുണ്ട് കേട്ടോ. സമയം പോകാൻ വേണ്ടി ഷോപ്പിൽ കയറുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഈ സമയത്ത് കയറി പർച്ചേസ് ചെയ്യണമെങ്കിൽ, അത് കാണാതെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് ഡയറക്റ്റ് കാണാൻ ഭയങ്കര രസമാട്ടോ. ഫോഗെല്ലാം നിറഞ്ഞ ഒരു വണ്ടിയാണ്, ഒരു ലോറിയിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുക. ക്രിസ്മസിൻ്റെ മൊത്തത്തിലൊരു പ്രതീതിയാണ്. നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിനകത്തൊരു തുള്ളിച്ചാട്ടം. നമുക്കിതൊന്നും എല്ലാ ദിവസവും ഡെയിലി നമുക്ക് കിട്ടുന്ന സംഭവങ്ങളല്ലല്ലോ, വർഷത്തിലൊരിക്കലൊക്കെ വരുന്നതല്ലേ. ഓണം, ക്രിസ്മസ്, റമദാൻ, അങ്ങനെ എല്ലാം വല്ലപ്പോഴും വരുന്നതല്ലേ. അപ്പം നമ്മളതിനകത്ത് മനസ്സ് മാക്സിമം കൊടുത്ത് സന്തോഷിക്കുക, മക്കളെ അതിനകത്ത് പെടുത്തുക. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മക്കൾ രണ്ടുപേരും ഇത് കണ്ടില്ല, അതാണ് ഏറ്റവും വലിയ രസം. അമ്മമാർക്ക് അന്നേരം വരാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് കാണാനും അവർക്ക് പറ്റിയില്ല. ഞാനതിനും കൂടെ കണ്ടു. ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ട് കാണടാ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് അതൊന്നും വലിയ ഇഷ്ടമില്ല, കാണാനൊന്നും. അങ്ങനെ വീഡിയോയ്ക്കകത്ത് കണ്ടോ ഇല്ലയോ, കണ്ടെന്നാ തോന്നുന്നത്, അറിയില്ല. ദേ അയ്യോ, പുൽക്കൂട് കണ്ടോ? യൗസേപ്പ് പിതാവ്, ആട്ടിടയന്മാർ, കന്യകാമറിയം, ഉണ്ണീശോ, രാജാക്കന്മാർ എല്ലാവരും ഇരിക്കുന്ന കണ്ടോ? ഉണ്ണിയെ മടിയിൽ പിടിച്ച് പരിശുദ്ധ അമ്മ ഇരിക്കുന്നു. എല്ലാം വളരെ എന്താ പറയുന്നത്, ഇതൊരു രസം, വേറൊരു രസം കേട്ടോ. ഇത് ഒരു വിൽപ്പനക്കാരനാണ്, അതിനകത്തൊരു മഞ്ഞ സാധനം ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. എനിക്കത് വേണമെന്ന് നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എങ്ങനെ വഴിയുന്നത് കണ്ടോ നല്ലൊരു, അതെന്താ സാധനം എന്ന് മനസ്സിലായില്ല. നോക്കിയത് ഇനിയിപ്പം ഞങ്ങളുടെ വെളിയിലുണ്ടായിരുന്ന കുറച്ച് സ്റ്റാഫ് ഞങ്ങൾ ചുമ്മാ ഒരു ഫോട്ടോ എടുത്ത കേട്ടോ. പുറത്തു നിന്ന് കുറേ പേരകത്തായിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഇസബെല്ലയുടെ പുറത്തുനിന്നുള്ള ഇന്നത്തെ വ്യൂ ആണ്, വെറുതെ എടുത്ത കേട്ടോ. വെറുതെ നിങ്ങളെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ശാന്തിയും പ്രത്യാശയും ആഹ്ലാദവും എല്ലാം നിറഞ്ഞ കുടുംബത്തോടൊപ്പം നല്ല സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഒരു മനുഷ്യനും വേദനിക്കാതിരിക്കട്ടെ. വേദനിക്കുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് പോലും ദൈവം കാണാനിടയാകാതെ ഇരിക്കട്ടെ. എല്ലാവരെയും തമ്പുരാൻ തൊട്ട് തലോടട്ടെ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. എൻ്റെ ചുവന്ന സുന്ദരികളോടൊപ്പം നിന്ന് ഞാനും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ചുവപ്പൊക്കെ ഇട്ട് ആഘോഷിക്കണമെന്നൊക്കെയാണ് വിചാരിച്ചത്, ചുവപ്പൊന്നും ഇട്ടിട്ടില്ല, ചുവപ്പിനി എടുത്തിടണം. അപ്പം ഹാപ്പി ക്രിസ്മസ് ടു ഓൾ.